കുറച്ച് കാശ് ആവശ്യമുണ്ടല്ലേ? എങ്ങനെ അത് കണ്ടെത്തണമെന്ന് അറിയാതെ ഇരിക്കുകയാണോ? വളരെ മിനിമം ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് 2 ലക്ഷം രൂപ വരെ ലോൺ നേടാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? 2025 വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ലോൺ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന കാര്യം നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ ഒരു പേഴ്സണൽ ലോൺ നേടാനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ വീഡിയോയിലൂടെ ആധാർ കാർഡ് ഉപയോഗിച്ച് 2 ലക്ഷം രൂപ വരെ എങ്ങനെ നേടാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ഫ്രീഡം മലയാളം മണി ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മളുടെ ഒരു ആധാർ കാർഡ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ നമ്മളുടെ പ്രൈമറി അഡ്രസ്, അതായത് നമ്മുടെ പ്രൈമറി ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ഏജ് ഒക്കെ ആധാർ കാർഡിൽ ഉണ്ടാവും. ഈ ഒരു ആധാർ കാർഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ 2 ലക്ഷം രൂപ ലോൺ നേടാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമുക്കറിയാം, സാധാരണ നമ്മളൊരു എഡ്യൂക്കേഷൻ ലോൺ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലോൺ അല്ലെങ്കിൽ ഒരു ബിസിനസ് ലോണിൽ പോവുകയാണെങ്കിൽ എന്തോരം ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മളിപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ ലോണിന് വേണ്ടി പോവുകയാണെങ്കിൽ നമുക്കറിയാം, കൊളാട്രൽ വെക്കാതെ നമുക്കൊരു ലോൺ എടുക്കാൻ പറ്റില്ല. അതായത് കൊളാട്രൽ എന്ന് പറയുമ്പോൾ നോൺ കൊളാട്രൽ ലോൺ കിട്ടാൻ വേണ്ടി ഭയങ്കര പാടാണ്. അതായത് നമ്മളൊരു ലോൺ എടുക്കാൻ പോകുമ്പോൾ നമ്മളുടെ വീടോ അല്ലെങ്കിൽ സ്വർണ്ണമോ എന്തെങ്കിലും ഒരു കൊളാട്രൽ കൊടുത്താൽ മാത്രമേ നമുക്ക് ലോൺ കിട്ടുകയുള്ളൂ. അല്ലാതെ നമുക്ക് ലോൺ കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പലിശ അത്രയും ഡബിൾ ട്രിപ്പിൾ കൊടുത്താൽ മാത്രമേ നമുക്ക് അല്ലാതെ നോൺ കൊളാട്രൽ ലോൺ വലിയൊരു എമൗണ്ട് നേടാൻ സാധിക്കുകയുള്ളൂ. ഒരു കൊളാട്രലും ഇല്ലാതെ നമുക്ക് നോൺ കൊളാട്രൽ ആയിട്ട് 2 ലക്ഷം രൂപ വെറും ആധാർ കാർഡ് ഉപയോഗിച്ച് കിട്ടാൻ പോവുകയാണ്. അതെങ്ങനെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അണ്ടർസ്റ്റാൻഡ് ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ വിത്ത് ആധാർ. എങ്ങനെയാണ് നമുക്കൊരു ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആധാർ കാർഡ് വെച്ച് എടുക്കാൻ സാധിക്കുന്നത് എന്നൊരു കാര്യമാണ് നമ്മൾ ഫസ്റ്റ് അറിയേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഇതിൽ ഏറ്റവും പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൊളാട്രൽ ഒന്നും വെക്കാതെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ലോൺ എടുക്കാൻ സാധിക്കും. ഈ ഒരു പ്രോസസ്സിനായിട്ട് അവർ ചെയ്യുന്നത് വെരിഫൈങ് നമ്മുടെ അഡ്രസ്സ് വെരിഫൈ ചെയ്യുന്നു, നമ്മുടെ ഏജ്, ആധാർ കാർഡിലെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുന്നു. അത് മാത്രമാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇത് വെരിഫൈ ചെയ്തതിന് ശേഷം അവരിത് അപ്രൂവൽ പ്രോസസ്സിനായിട്ട് അയക്കുന്നു. ഇത്തരത്തിലുള്ള പ്രോസസ്സിലൂടെ നമുക്ക് ഏറ്റവും ഹൈ എമൗണ്ട് 55 ലക്ഷവും അതിന് എബോവ് വരെ നമുക്ക് പേഴ്സണൽ ലോണായിട്ടും അതുപോലെ തന്നെ ബിസിനസ് ലോണായിട്ടും എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് ഭയങ്കര മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നമ്മൾ നോർമൽ ഒരു ബാങ്കിൽ ലോൺ എടുക്കാൻ പോകുമ്പോൾ അവരുടെ ആപ്ലിക്കേഷൻ ഫോം തന്നെ ഏതെങ്കിലും ഒരു ബുക്ക്ലെറ്റിന്റെ അത്രയും ഉണ്ടാവും. അത്രയും ഫില്ല് ചെയ്ത് പിന്നെ കുറേ ഡോക്യുമെന്റ്സ് അപ്ലൈ ചെയ്ത് എല്ലാ കാര്യങ്ങളും കഴിയുമ്പോഴത്തേക്കും ഒരു സമയമാവും. പക്ഷേ ഇവിടെ ഭയങ്കര മിനിമൽ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ വെച്ച് നമുക്ക് ഇതിലൂടെ ലോൺ നേടാൻ സാധിക്കും. ഭയങ്കര പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത്, നോൺ കൊളാട്രലായിട്ട് നമുക്ക് ലോൺ, ഒരു കൊളാട്രൽ സാധനങ്ങളും വെക്കാതെ നമുക്ക് ലോൺ നേടാൻ സാധിക്കും. ലോൺ എടുക്കാൻ പോകുമ്പോഴുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ കൊളാട്രലായിട്ട് നമ്മളുടെ വസ്തു ഉണ്ടെങ്കിൽ അതിന്റെ പ്രമാണം, വീടുണ്ടെങ്കിൽ അതിന്റെ പ്രമാണം, അങ്ങനെ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് അത് അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്കൊരു ലോൺ കിട്ടുന്നത്. പക്ഷേ ഇതിൽ കൊളാട്രലിന്റെ ഒന്നും തന്നെ ആവശ്യമില്ല. നമുക്ക് വളരെ വേഗം ലോൺ നേടാനുള്ള അവസരം ലഭിക്കുന്നു. വളരെ മിനിമൽ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ ആണ് ഈ ലോണിന് ആവശ്യം. ഇതിലേക്കായി നമുക്ക് ആവശ്യമുള്ളത് ആധാർ, KYC ആൻഡ് ബേസിക് ഇൻകം പ്രൂഫ് ആണ്. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളൊരു സാധാരണ ഒരു ലോണിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരാഴ്ച, ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ആ എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. പക്ഷേ ഈ ഒരു ലോണിൽ നമ്മൾ അപേക്ഷിക്കുകയാണെങ്കിൽ വിത്തിൻ 24 hours നമ്മളുടെ ആ ഫണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നു. അതായത് എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷനിൽ, നിങ്ങൾക്ക് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള സിറ്റുവേഷനിൽ ഈ ലോൺ എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുകയും അത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യാം. ലോൺ പ്രോസസ്സ്, അതുപോലെ തന്നെ എത്ര രൂപ വരെ എടുക്കാൻ സാധിക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോൺ റീപേയ്മെന്റ്. ഇതിൽ അവർ നമുക്കൊരു വലിയ ടൈം പീരീഡ് തന്നിട്ടുണ്ട്. ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നമുക്ക് അടച്ചു തീർത്താൽ മതി. സാധാരണ നമ്മളൊരു നോൺ കൊളാട്രൽ ലോൺ വേറെ പുറത്തെ ഗവൺമെന്റ് അംഗീകൃതമല്ലാത്ത ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ അത്യാവശ്യം വരുമ്പോൾ എടുക്കുകയാണെങ്കിൽ അവർ അതിന് പലിശ ചോദിക്കുന്നത് 3 ഇരട്ടി 4 ഇരട്ടി അധികം പലിശയാണ് ഓരോ പൈസയ്ക്കും നമ്മൾ ഒരു ലോൺ എടുക്കുമ്പോൾ അവർ ചോദിക്കുന്നത്. അവർ നമുക്ക് വേണ്ടി തരുന്ന ടൈം പീരീഡ്, ആ ഒരു ടെന്യൂർ എന്ന് പറയുന്നത് 96 months ആണ്. ഈ ഒരു ടൈമിനുള്ളിൽ നമുക്ക് ഈ പൈസ അടച്ചു തീർത്താൽ മതിയാകും. അത് നമുക്ക് ഒരുമിച്ച് അടയ്ക്കണമെന്നില്ല. അവർ EMI ആയിട്ട് നമുക്ക് അടച്ചു തീർക്കാനുള്ള ഒരു ഫെസിലിറ്റി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ EMI ആയിട്ട് മന്ത്ലി നമുക്ക് കുറച്ച് എമൗണ്ട് നമുക്ക് കിട്ടുന്ന പൈസ അടച്ച് നമുക്ക് ഈ ഒരു ലോൺ ക്ലോസ് ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ ലോൺ നമുക്ക് നേടാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെ എലിജിബിലിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു ലോണിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങളൊരു ഇന്ത്യൻ പൗരനായിരിക്കണം. നിങ്ങളൊരു ഇന്ത്യയിലെ ആളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലോണിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ആധാർ കാർഡ് ഉണ്ടാവുള്ളൂ. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ഈ ഒരു ലോൺ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്ത്യൻ പൗരനായിരിക്കുക എന്നതാണ് ഫസ്റ്റത്തെ ഒരു എലിജിബിലിറ്റി. രണ്ടാമത്തേത് പ്രായം. 21-നും 80 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഈ ഒരു ലോണിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. പിന്നെ നോക്കുന്നത് ക്രെഡിറ്റ് സ്കോർ ആണ്. 685 അല്ലെങ്കിൽ അതിന് മുകളിലുള്ളവർക്ക് ഈ ഒരു ലോൺ അപേക്ഷ വളരെ എളുപ്പമായിരിക്കും. അവർക്ക് ഈ ലോൺ വളരെ വേഗത്തിൽ കിട്ടാനുള്ള ചാൻസസും കൂടുതലാണ്. പിന്നെ നമ്മളുടെ ഇൻകം മിനിമം നിങ്ങൾക്ക് മാസം ഒരു 25,000 രൂപയെങ്കിലും കിട്ടിയാൽ നിങ്ങൾക്ക് ഈ ലോണിന് അപേക്ഷിക്കാം. ഇത് ഓരോ സിറ്റിയും അവിടുത്തെ സാലറി സ്കെയിലും വെച്ച് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 25,000 രൂപ നിങ്ങൾക്ക് മന്ത്ലി ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോണിന് അപേക്ഷിക്കാം. ഈ ഒരു ലോണിന് അപേക്ഷിക്കാൻ ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.
ഈ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ലോണിന് അപേക്ഷിക്കാൻ പോകുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് അപ്ലൈ ചെയ്ത് വളരെ വേഗം പൈസ കിട്ടാനുള്ള സാധ്യതകൾ കൂടും. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇതിന് ആവശ്യമുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ആധാർ കാർഡാണ്. ഇത് ആധാർ കാർഡ് വെച്ച് നേടുന്ന ഒരു ലോണാണ്. ഇതിലൂടെയാണ് ഈ ആധാർ കാർഡിൽ നിന്നാണ് നമ്മളുടെ ഐഡന്റിറ്റിയും അതുപോലെ തന്നെ അഡ്രസ് വെരിഫിക്കേഷനും നടത്തുന്നത്. രണ്ടാമതായി വേണ്ട ഡോക്യുമെന്റ് പ്രൂഫ് ഓഫ് ഇൻകം ആണ്. നിങ്ങളുടെ ഇൻകം കാണിക്കുന്ന ഒരു പ്രൂഫ്, അതാണ് രണ്ടാമതായി വേണ്ട ഡോക്യുമെന്റ്സ്. നിങ്ങളുടെ സാലറി അക്കൗണ്ട് ഏത് ബാങ്കിൽ നിന്നാണോ അതിന്റെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഈ ലോൺ അപേക്ഷിക്കുന്നതിന് ആവശ്യമായി വേണ്ടി വരും. പിന്നെ കുറച്ച് അഡീഷണൽ ഡോക്യുമെന്റ്സും വേണ്ടി വരും. അത് ആസ് പെർ ദ ലെൻഡർ, നിങ്ങളുടെ അപ്ലൈ ചെയ്യുന്ന ആളുടെ ആ ഒരു രീതി അനുസരിച്ചായിരിക്കും അടുത്ത ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഉണ്ട്, നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇതൊക്കെ നോക്കി ഇനി എങ്ങനെയാണ് ഈ ലോണിന് അപേക്ഷിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് ആണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ലെൻഡറിനെയാണ്. NBFC ഓർ ഫിൻടെക് പ്ലാറ്റ്ഫോം ഓഫറിംഗ് ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ, അവരൊക്കെയാണ് ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ഓഫർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പോകുന്നത് അവരുടെ ഓൺലൈൻ ആപ്ലിക്കേഷനിലോട്ടാണ്. അവരുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ അവരുടെ ആപ്പോ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. പിന്നെ വരുന്നത് രജിസ്ട്രേഷൻ പ്രോസസ് ആണ്. അതിലേക്കായി നമ്മളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ വരുന്നത് KYC വെരിഫിക്കേഷൻ ആണ്. ആധാർ ബേസ്ഡ് ഈ KYC ഐഡന്റിഫിക്കേഷൻ വെരിഫിക്കേഷൻ ആണ് ഇതിലൂടെ നടക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന്. ആ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ആ സൈറ്റിൽ നിന്ന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ, വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മളുടെ ഇത് സാങ്ഷൻ ആയെന്നുള്ള ഒരു കാര്യം വരും. പിന്നെ 24 മണിക്കൂറിനുള്ളിൽ ഫണ്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ചെയ്യും. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, അതുപോലെ തന്നെ റീപേയ്മെന്റ് എങ്ങനെയാണെന്നാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ അനുസരിച്ചാണ്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടാവും. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറവാണെങ്കിൽ അതിന്റെ ഡീമെറിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഓരോരുത്തരുടെ ക്രെഡിറ്റ് സ്കോറും അതുപോലെ തന്നെ ലെൻഡർ പോളിസിനെയും അനുസരിച്ചായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. സാധാരണ ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ജനറലി സ്റ്റാർട്ട് ചെയ്യുന്നത് 10.85% ആണ്. അത് ഏകദേശം 24% വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓൺലൈനായിട്ടുള്ള EMI കാൽക്കുലേറ്ററിലൂടെ നിങ്ങളുടെ റീപേയ്മെന്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ EMI കുറച്ച് എമൗണ്ട് തിരിച്ചടച്ചു വരികയാണെങ്കിൽ വളരെ വേഗത്തിൽ നിങ്ങൾ എടുത്ത ഈ ലോണ് ക്ലോസ് ചെയ്യാനുള്ള ചാൻസസ് കൂടും. കാരണം ലോൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കടമാണ്. അത് വളരെ വേഗം അടച്ചു തീർക്കുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ് സക്സസ്ഫുൾ ആവാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എപ്പോഴും എബോവ് ആയിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഏകദേശം 685 മുകളിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആയിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ, ഈ ഒരു ലോണിന് നിങ്ങൾ വളരെ എലിജിബിൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ ഈ ആപ്ലിക്കേഷനായി കൊടുക്കുന്ന ഇൻഫോർമേഷൻ എല്ലാം ആക്യുറേറ്റ് ആണെന്ന് ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ. അല്ലാതെ സബ്മിഷന്റെ ഇടയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയും അത് നമ്മളുടെ ലോൺ ഡിലേ ആവാനും അല്ലെങ്കിൽ ആ പ്രോസസ്സ് തന്നെ ഡിസ്ട്രോയ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് എല്ലാം അപ്ഡേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. പഴയ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് കിട്ടാനുള്ള ലോണിനെ ബാധിക്കും. പിന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ. ഒരാളുടെ ആധാർ കാർഡ് വെച്ച് ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് ലോൺ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ കുറേ വട്ടം ഈ ലോൺ വേണ്ടി അപേക്ഷിക്കരുത്, കിട്ടില്ല. മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ കുറയ്ക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇത്രയും പ്രോസസ്സ് നമ്മൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപയുടെ ആധാർ കാർഡ് ഉപയോഗിച്ചുള്ള 2 ലക്ഷം രൂപ നമുക്ക് ലഭിക്കുന്നു. നമുക്കറിയാം വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് നമ്മൾ ലോണിനായി പോകുന്നത്. നിങ്ങളുടെ എമർജൻസി പീരീഡിൽ നിങ്ങൾ ഈ ലോൺ എടുക്കുകയാണെങ്കിലും വളരെ വേഗം തന്നെ അത് അടച്ചു തീർക്കാനും ശ്രമിക്കുക. കാരണം ഇതൊരു കടമാണ്, ഇതൊരു ലയബിലിറ്റിയാണ്. അതുകൊണ്ട് ഇതെപ്പോഴും വച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കരുത്. പിന്നെ ഇവർ തിരിച്ചടയ്ക്കാനുള്ള ടെന്യൂർ നമുക്ക് ഏകദേശം 96 മാസം ആ ഒരു ടൈം പീരീഡ് തരുന്നുണ്ട്. അതിനുള്ളിൽ മാക്സിമം അടച്ചു തീർക്കാൻ ശ്രമിക്കുക. EMI ആയിട്ടാണോ, മന്ത്ലി നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് വെച്ച് അടച്ചു തീർക്കാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് തരുന്നുണ്ട്. നിങ്ങൾ അത്യാവശ്യ സാഹചര്യത്തിൽ ഈ ലോൺ എടുക്കുകയാണെങ്കിലും അത് മാക്സിമം അടച്ചു തീർക്കുക. അതുപോലെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം വരുമ്പോൾ ആധാർ കാർഡ് ഉപയോഗിച്ച് വളരെ കുറച്ച് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് അതുപോലെ തന്നെ കൊളാട്രൽ ഒന്നും ഇല്ലാതെ എങ്ങനെ ലോൺ നേടാമെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതുപോലുള്ള മണി റിലേറ്റഡ്, ബിസിനസ് റിലേറ്റഡ്, ഫാമിംഗ് റിലേറ്റഡ് എല്ലാ കോഴ്സ് വീഡിയോസും ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഡൗൺലോഡ് ചെയ്യുക. അതുമാത്രമല്ല ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വീഡിയോ കാണണം, അതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോ ആണ് വേണ്ടത് അത് കമന്റ് ബോക്സിലും രേഖപ്പെടുത്തുക. ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.